ഇനി SIR-മായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ 2002 പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്തവരുടെ വിവരങ്ങൾ BLOമാർക്ക് നൽകി തുടങ്ങി. ഹിയറിംഗിന് നോട്ടീസ് നൽകുന്നതിൽ ഇതുവരെ നിർദ്ദേശം BLOമാർക്ക് കമ്മീഷൻ നൽകിയിട്ടില്ല. മാപ്പിംഗ് ചെയ്യാത്തവരുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച പോലെ ബൂത്ത് അടിസ്ഥാനത്തിൽ വിവരങ്ങൾ നൽകണം എന്നാണ് പാർട്ടികളുടെ ആവശ്യം. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, അത് ന്യായമായ ആവശ്യമാണ്. ആരൊക്കെയാണ് BLOമാർക്ക് കണ്ടെത്താൻ കഴിയാത്തത്, വിവരങ്ങൾ എടുക്കാൻ മാപ്പിംഗ് കഴിയാത്തവർ ആരൊക്കെയാണെന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ വിവരം നൽകണം, അറിയിപ്പ് നൽകണം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. അപ്പോൾ ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നീക്കം എന്തായിരിക്കും? സൈഫുദ്ദീൻ, നിലവിൽ എന്യൂമറേഷൻ ഫോം തിരിച്ച് നൽകിയ എല്ലാവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ആണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും ബൂത്ത് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. എന്നാൽ ഇതിന് ശേഷമാണ് ഇപ്പോൾ കരട് പട്ടികയിൽ ഉൾപ്പെട്ട മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കായിരിക്കും ഇനി കമ്മീഷൻ നോട്ടീസ് നൽകുകയും ഹിയറിംഗിന് ഹാജരാകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും ലഭിച്ചില്ല. അത് നേരെ മറിച്ച് ഇവരുടെ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ BLOമാർക്ക് അവരുടെ BLO ആപ്പുകളിൽ തങ്ങളുടെ ബൂത്തിൽ എത്ര ആളുകൾ ഇത്തരത്തിൽ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകണോ, ഇവരെ എന്ത് ചെയ്യണോ എന്നതിനപ്പുറത്തേക്ക്, അതായത് ഇവരുമായി ബന്ധപ്പെട്ട് പോലും ഈ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ BLOമാർക്ക് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്തായാലും നീണ്ടു പോവുകയാണ്. കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടപടിക്രമങ്ങൾ ഫെബ്രുവരി 14 വരെ നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. പരമാവധി ആളുകളെ നോട്ടീസ് നൽകാതെ തന്നെ ഇതിൽ മാപ്പ് ചെയ്യാൻ വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് കമ്മീഷൻ പറയുന്ന വിശദീകരണം. നേരത്തെ നമ്മൾ നൽകിയ തന്നെ വാർത്ത പ്രകാരം ഈ BLOമാർക്ക് കൂടുതൽ സമയം നീട്ടി നൽകിയിരുന്നു കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ. അതിനൊക്കെ ഒരു പ്രോസസ്സിന്റെ ഭാഗം എന്ന് പറയുന്നത് 8% ആളുകൾ, ഈ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ട 8% ആളുകൾ ഇപ്പോഴും മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകളായതുകൊണ്ടും അവരിലേക്ക് ഇനിയും ഈ BLOമാർക്ക് കൂടുതൽ ജോലി, അതായത് ഇനിയും വീട് കയറി അവരുടെ ഈ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് 2002 ലിസ്റ്റ് പ്രകാരമായിട്ടുള്ള മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ രക്ഷിതാക്കളുടെ പേരുമായി ബന്ധപ്പെട്ടും അത് പലർക്കും പല കാരണങ്ങളായിരിക്കാം എന്നാണ് കമ്മീഷൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടക്കം എന്നോണം ഉള്ള വിവരങ്ങൾ, അതായത് ഈ ഓരോ ബൂത്തിലുള്ള ആളുകൾക്കും നൽകിയിട്ടുണ്ട്. ഇത് നേരത്തെ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ പരസ്യമായി നൽകണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. നേരത്തെ കമ്മീഷൻ സുതാര്യമായി തന്നെ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ അവരെ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കമ്മീഷനെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ഏതായാലും ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. സൈഫുദ്ദീൻ.